അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ AWS CLI എന്ന് പറയുന്ന ടൂൾ വെച്ചുകൊണ്ട് നമ്മുടെ ലാപ്ടോപ്പിൽ ഇരുന്നുകൊണ്ട് ഒരു കമാൻഡ് അടിച്ചപ്പോൾ നമ്മൾ EC2 AWS ക്ലൗഡിൽ നമുക്കൊരു EC2 ഇൻസ്റ്റൻസ് റൺ ചെയ്യാൻ പറ്റി. അത് AWS CLI ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് AWSന്റെ APIs വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പം AWSൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അഗെയിൻ ദിസ് ഈസ് അഗെയിൻ റീഇൻഫോഴ്സിങ് ദാറ്റ് ഇന്ന് നമുക്ക് വേണ്ട സ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഡിസൈഡഡ് ഇൻ ദ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ഏരിയയിലാണെങ്കിൽ ഒരു സ്കില്ല് വേണ്ടത് അഗെയിൻ നെറ്റ്വർക്ക് നോളജ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് നോളജ്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി നോളജ്, ഓർ network security knowledge, whichever is that, all are kind of related domains, right? അപ്പോൾ ആ ഡൊമൈൻ നോളജ് നിങ്ങൾക്ക് വേണം. സെക്കൻഡ്ലി നിങ്ങൾക്ക് വേണ്ടത്, യു നീഡ് ടു ഹാവ് ദ സ്കിൽ ഇൻ ഓട്ടോമേഷൻ. ബിക്കോസ് ഇന്ന് ഏത് സാധനങ്ങൾ, ഇപ്പോൾ ക്ലൗഡ് വന്നതുകൊണ്ട് എനിത്തിങ് ദാറ്റ് യു ഹാവ് യൂസിങ് ഇൻ ദ ക്ലൗഡ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്. ആ ഓട്ടോമേഷൻ്റെ പവറാണ് ക്ലൗഡിൻ്റെ സ്കേലബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ one of the videos നമ്മൾ സംസാരിച്ചിരുന്നു. that is actually utilized through some of the automation capabilities. So നിങ്ങൾക്ക് automation പഠിക്കണം, അതായത് സ്ക്രിപ്റ്റിംഗ് പഠിക്കണം. ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത്, വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈസ് ദ ക്ലൗഡ്, റൈറ്റ്? ക്ലൗഡ് ഇറ്റ് സെൽഫ്, ക്ലൗഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ 3 നോളജുകൾ: ഒന്ന് ഡൊമൈൻ നോളജ് ഓഫ് സെക്യൂരിറ്റി ഓർ നെറ്റ്വർക്കിംഗ്, or either both or even at least one. Second is on the automation side, you need to know how to script. And the third one is the cloud itself. You should know at least one of the cloud, AWS, Azure, or GCP, one of them. Okay. And fourth, to the addition, in AI illada oru sadhanam illa, so you need to know how AI works. AI in the context of network security and cyber security, adana nammal padikkendathu. Again, that's why I put this channel's name as CANS, which is, C for cloud, A for AI, and for networking, as for security. Okay, അതെല്ലാം പഠിക്കും. എല്ലാം ഇത് പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പതിയെ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ ഈ സ്ക്രിപ്റ്റ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്ക്രിപ്റ്റ് വഴി എങ്ങനെയാണ് നമ്മൾ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് സ്ക്രിപ്റ്റിങ്ങിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഇല്ല എങ്കിൽ, അഗെയിൻ വി വിൽ ഹാവ് എ സെപ്പറേറ്റ് സെഷൻ ഫോർ സ്ക്രിപ്റ്റിംഗ് അലോൺ. ബട്ട് ആസ് ഓഫ് നൗ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഈ ഇവിടെയുള്ളൊരു കമാൻഡ് ഇമ്പോർട്ട് ബോട്ടോ3 എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. ഈ AWSന്റെ API ഉള്ള ഒരു പാക്കേജ് എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് കുറേ ഫങ്ഷൻസുകളും കോൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വിച്ച് വിൽ ബി ഹെൽപ്പിംഗ് യു ടു മേക്ക് എ കണക്ഷൻ ആൻഡ് ദെൻ സെൻഡ് സം കമാൻഡ്സ് ടു AWS. അതാണ് ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. ആ പാക്കേജിന്റെ പേരാണ് ബോട്ടോ3. ഓക്കെ. ഇനി നമ്മൾ ഇതിനു മുമ്പിൽ ഇവിടെ യൂസ് ചെയ്ത ആക്സസ് കീയും ആക്സസ് സീക്രട്ടും ഞാൻ ഇവിടെ ബോഗസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, ബിക്കോസ് യു ഷുഡ് നോട്ട് ഷെയർ ഇറ്റ്. ഞാൻ ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പിൽ റെക്കോർഡിംഗ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആക്സസ് കീസും ആക്സസ് സീക്രട്ടും കൊടുക്കും. പക്ഷേ as we did for the AWS CLI, where we did AWS configure and then we put AWS access keys and secret keys, the same thing you have to do here also. പിന്നെ നമ്മൾ പറയേണ്ടത് ഏത് റീജിയനിലാണെന്നുള്ളതാണ്. we are going to use Ohio, which is US East 2. ഓക്കെ. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു മെത്തേഡിന് ഇനീഷ്യലൈസ് ചെയ്യാന്നാണ് പറയുക. ബോട്ടോ3 ക്ലയൻറ്റ്, എന്നിട്ട് നമ്മൾക്ക് അവിടെ സെറ്റ് ഓഫ് വേരിയബിൾസ് ഉണ്ട്. വൺ ഓഫ് ദ വേരിയബിൾ EC2 which actually triggers EC2 is one of the service. So ബോട്ടോ3 വെച്ചിട്ട് നമ്മൾ ക്ലയൻറ്റിനെ കോൾ ചെയ്യുമ്പം എന്നിട്ട് അവിടെ EC2 എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ, EC2 എന്ന് പറയുന്ന സർവീസസിനെ ഇൻവോക്ക് ചെയ്തിട്ട് അതിന് ആ EC2 സർവീസിലേക്ക്, AWS EC2 സർവീസിലേക്ക് ചില കമാൻഡ്സുകൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ റീജിയൻ, ആക്സസ് ID, ആക്സസ് സീക്രട്ട്, വിച്ച് വി ഹാവ് ഓൾറെഡി പ്രൊവൈഡഡ് ഹിയർ, അതൊരു വേരിയബിൾസ് പാരാമീറ്റർ ആയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷന് കൊടുക്കുന്നു. ഓക്കെ. അഗൈൻ ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഇസ് പാരാമീറ്റർ, ജസ്റ്റ് തിങ്ക് ദാറ്റ് നമ്മൾ ഒരു ഫംഗ്ഷന് പാസ് ചെയ്യുന്നതാണ് ഈ ഇൻഫർമേഷൻസ്, ഒരു മെത്തേഡിന് ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതാണെന്ന് മാത്രം തൽക്കാലം ഇപ്പോൾ വിചാരിക്കുക. പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത്, if you remember last session on how we use AWS CLI, we need an AMI ID. നമ്മൾ കൺസോളിൽ പോയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. Again, I'm not repeating it. You can see the earlier video how to see the AMI ID. Instance type എനിക്ക് T3 micro ആണ്. Key name ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, again in AWS, so I'm using the same key, my_key_pair. subnet IDയും ഞാൻ ഈ ഇൻസ്റ്റൻസിൽ പോയിട്ട്, അതായത് US East 2 എന്ന് പറയുന്ന ഇൻസ്റ്റൻസിൽ പോയതിനു ശേഷം I have found what is my exact subnet ID. That also you have to provide here. And the security group, which actually is a firewall which is acting in the AWS. ആ ഫയർവാളിനകത്ത് നമ്മൾ എന്തൊക്കെ അലൗഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ AWSന്റെ ഇൻസ്റ്റൻസിൽ കയറിയിട്ട് നമ്മുടെ സ്പെസിഫിക്
റീജിയനിൽ കയറിയിട്ട് ഈ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കമാൻഡാണ് EC2 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്തത്. EC2 എന്ന് പറയുന്നത് ഒരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ആ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ടോ 3-നകത്തുള്ള ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അഗൈൻ ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാം. പക്ഷേ ആസ് ഓഫ് നോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇങ്ങനെ ഒരു ഇനീഷ്യലൈസേഷൻ ബോട്ടോ 3.client എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇനീഷ്യലൈസേഷൻ ഒരു വേരിയബിളിലേക്ക് ചെയ്ത്, ഇതിന് വേരിയബിൾ എന്നാണ് പറയുക, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ we'll be able to use some of the functions which are inside this bot3. അപ്പോൾ ഈ റൺ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്, ഒരു ചില ആർഗ്യുമെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ ഓൾറെഡി ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തത്. ഇമേജ് ഐ ഡി വിച്ച് ഈസ് മൈ ഐ ഡി, ഇൻസ്റ്റൻസ് ടൈപ്പ് ഏത് ഇൻസ്റ്റൻസ് ടൈപ്പ് ആണെന്ന് പറയുന്നത്, കീ പെയർ, പിന്നെ മിനിമം ആൻഡ് മാക്സിമം കൗണ്ട്, ഹൗ മെനി ഇൻസ്റ്റൻസസ് ദാറ്റ് വി നീഡ്, സബ്നെറ്റ് ഐ ഡി കൊടുക്കുന്നു, സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുക്കുന്നു, അതിന് പുറമെ ടാഗും കൊടുക്കുന്നു. ടാഗ് എന്ന് പറയുന്ന ഒരു സാധനം AWSലുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ടാഗ് വഴി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ നെയിം വാല്യൂ API, ഈ നെയിം അതായത് ഇൻസ്റ്റൻസിന്റെ നെയിം API EC2 എന്ന് പറയുന്ന ഒരു പേര് എടുത്തുകൊണ്ട് നമ്മളൊരു ഇൻസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് VS Code ആണ്. അഗെയിൻ ഇതിനെപ്പറ്റി എക്സ്റ്റെൻസീവ് ആയിട്ട് നമുക്ക് whenever we talk about programming we will talk about that, but right now I just want to let you know that it is possible to run a EC2 instance in AWS just by running a script in my laptop. Okay, അപ്പോൾ ഞാൻ ആക്സസ് കീ ഒന്ന് സെറ്റ് ചെയ്തിട്ട് we will run the script. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ്, കീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നൗ ലെറ്റ് us റൺ ഇറ്റ്. അങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റണ്ണിൽ പോയി റൺ വിത്തൗട്ട് ഡീബഗിംഗ് എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദി സ്ക്രിപ്റ്റ് ഈസ് ആക്ച്വലി റണ്ണിങ് ഹിയർ. ഇതിൻ്റെ ടെർമിനലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. So it is doing something and you can see here EC2 instance launched. ആ ഇൻസ്റ്റൻസിൻ്റെ ഒരു ഐഡിയും കൂടെ കിട്ടിയിട്ടുണ്ട്. Now let's go to our AWS console and then see whether it has actually launched it. So നമ്മളിവിടെ പോവുക, എന്നിട്ട് ഇൻസ്റ്റൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. If you want we may have to refresh it once and then see whether there is an instance. You see here API EC2, ഇതായിരുന്നു നമ്മൾ ഇൻസ്റ്റൻസിൻ്റെ പേര് കൊടുത്തത് അല്ലേ. ഇപ്പം നമ്മൾ ടാഗ് again we can go back to the script and then confirm it. API EC2 എന്നാണ് നമ്മുടെ ആ ഇൻസ്റ്റൻസിൻ്റെ പേര് വേണമെന്ന് പറഞ്ഞത്. ഓക്കെ, എക്സാക്ട് ആ പേരോട് കൂടിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് നമ്മുടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അഗൈൻ ദിസ് ഇസ് ദ പവർ ഓഫ് ഓട്ടോമേഷൻ. ഇറ്റ് ഇസ് സ്റ്റിൽ ഇനീഷ്യലൈസിങ്. ദർ ആർ അതർ മെത്തേഡ്സ്. നമുക്കിപ്പോൾ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞോ, ഇതെല്ലാം 100% സ്റ്റാർട്ടിംഗ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് we have other APIs also that we can actually use. But again, this is just a quick demonstration to show you that how important is automation for you when you are going into this cloud environment or networking or cybersecurity environment, right? Or cybersecurity job if you are actually going to hunt. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ you should have an in-depth mastery and knowledge over the domain. Okay, second thing is that you should be able to showcase what you will be able to do. Again, അതൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് മെത്തേഡാണ്. എങ്ങനെ ബാക്കിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹയറിംഗ് മാനേജേഴ്സിന് എങ്ങനെ you can actually show them that you will be able to do the job. അത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് let's get the mastery over this particular domains and then we will show the hiring managers that you guys are actually capable of. But anyways, ഇന്നത്തെ സെഷനിൽ hopefully this actually gives sparks some interest in you that to learn coding, to learn scripting. Also, this also might have sparked some interest in learning the cloud as well. Hope this was helpful and see you in the next video.